കടൽ അനന്തനീലിമയോളം അലിഞ്ഞു ചേർന്ന് ആകാശപ്പരപ്പിനെ ആശ്ലേഷിച്ച് പരന്നു കിടക്കുന്ന കടൽ നമുക്കെന്നും അത് വിസ്മയമായിരുന്നു. 1000 തിരക്കൈകളും നീട്ടി അലറിപ്പാഞ്ഞെത്തുന്ന പാരാവാരത്തിന് മുന്നിലാണ് നാം നമ്മുടെ നിസ്സാരത തിരിച്ചറിയുന്നത്. എണ്ണിയാലൊടുങ്ങാത്ത 100 വിസ്മയങ്ങൾ നെഞ്ചെറ്റി നിൽക്കുന്ന കടലായിരുന്നു ആദ്യകാലത്ത് ദേശാന്തരബന്ധം സ്ഥാപിക്കാനുള്ള ജലമാർഗങ്ങൾ തുറന്നു തന്നത്. പയ്യന്നൂരിന് പടിഞ്ഞാറുള്ള കടൽവായ് ആണ് നമുക്ക് കൗവായി. കരിങ്കോട് പുഴയും മയിച്ചത്തോടും പുന്നങ്ങാപ്പുഴയും അടക്കമുള്ള അനേകം തോടുകളും പുഴകളും ഒന്നിച്ചു ചേരുന്ന കവ്വായിപ്പുഴ അറബിക്കടലിൻ്റെ പൊന്നോമനയാണ്. ഇതിൻ്റെ 25ഓളം കിലോമീറ്ററുകൾക്കുള്ളിലാണ് പാണ്ഡ്യാലക്കടവും കപ്പക്കടവും മാടക്കാൽ കടവും വയലോടിക്കടവും ആയിറ്റിക്കടവും ബിച്ചാരക്കടവും ഓരിക്കടവുമെല്ലാം നിലകൊള്ളുന്നത്. കായൽ നടുവിൽ 9ഓളം തുരുത്തുകളുണ്ട്. കൊച്ചത്തുരുത്തും കുരിപ്പാടും മാടക്കാലും ഇടയിലേക്കാടും തെക്കേക്കാടും വടക്കേക്കാടും പുറത്താളും ചെമ്പൻ്റെ മാടും കുഞ്ഞുമാടും ആയിരത്താണ്ടുകളുടെ കായലിൻ്റെ കഥ പറയുന്ന ഇന്നലെയുടെ ചരിത്ര സാക്ഷ്യങ്ങളാണ് ഇവ ഓരോന്നും. ആയിരത്തി 836 വരെ കൊക്കാനശ്ശേരിയുടെ തലസ്ഥാന നഗരി കവ്വായി ആയിരുന്നു എന്ന് മലബാർ മാനുവൽ എന്ന ഗ്രന്ഥത്തിൽ കാണാം. അന്നവിടെ ഒരു ഹജൂർ കച്ചേരിയും ഒരു രജിസ്റ്റർ ആപ്പീസും ഒട്ടേറെ ഭരണകേന്ദ്ര ആപ്പീസുകളും നിലനിന്നിരുന്നുവത്രേ. ചതുർഖടി എന്നറിയപ്പെടുന്ന പഴയ പയ്യന്നൂരിൻ്റെ പടിഞ്ഞാറേ അതിര് കല്ലുമോത്ത് ഇവിടെ ഈ കവ്വായിയിലായിരുന്നു. കായൽ നടുവിലെ ഈ കാണുന്ന കുരിപ്പാട് ഒരു കാലത്ത് ഭയം വിതച്ചിരുന്ന ഒരു പച്ചത്തുരുത്തായിരുന്നു. അന്ന് മഹാരോഗമായ കുരിപ്പ് അഥവാ വസൂരി പടർന്നു പിടിച്ച കാലത്ത് ഉറ്റവരെല്ലാം കൈയൊഴിയുന്ന രോഗിയെ കൊണ്ടുപോയി തള്ളിയിരുന്നത് ഈ തുരുത്തിലായിരുന്നു. രോഗിയെ തോണിയിലേറ്റി ഇവിടേക്ക് കൊണ്ടുവന്നിരുന്ന ക്രൂരനെ ആളുകൾ കുരിപ്പുകാലൻ എന്നാണത്രേ വിളിച്ചിരുന്നത്. കുരിപ്പുള്ളവരെ തള്ളിയ തുരുത്ത് കുരിപ്പുകാടായി പിന്നെ കുരിപ്പാടായി മാറി. ആ കാണുന്ന 2 ഏക്കറിലേറെ വരുന്ന കായൽ നടുവിലെ കൊച്ചു തുരുത്താണ് കൊച്ചത്തുരുത്ത്. അന്തിയാവോളം ഇര തേടി പാറി പറന്നു നടന്ന കൊക്കുകൾ അഥവാ കൊച്ചകളെല്ലാം കൂട്ടം കൂട്ടമായി കൂടുകൂട്ടുന്നതും മുട്ടയിടുന്നതും ഇവിടത്തെ കാട്ടുമരങ്ങളിലായിരുന്നുവത്രേ. പച്ചക്കാട് മുഴുവൻ കൊച്ചകളെ കൊണ്ട് വെള്ളപ്പൊട്ട് പൂശിയ പോലെ കണ്ടതുകൊണ്ട് ഏതോ ഒരു മുക്കുവക്കാരനവർ വിളിച്ച പേരാണത്രേ കൊച്ചത്ത്. ഇവിടെ ഏറെക്കാലം വീട് വെച്ച് താമസിച്ചിരുന്നവരായിരുന്നു കടത്തുകാരൻ ദാമോദരനും ഭാര്യ ലക്ഷ്മിയും. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഇക്കരെ വന്നിട്ട് വേണം വാങ്ങുവാൻ. മലവെള്ളം പൊങ്ങി ഇറയവും മുറിയും നനയുന്ന ഭീകരമായ കർക്കടക രാത്രികളിൽ വിളിച്ചാൽ മറുവിളിയില്ലാത്ത ഏകാന്തതകളിൽ ധൈര്യത്തോടെ കഴിഞ്ഞവരായിരുന്നു ആ ദമ്പതിമാർ. ഒരു സന്ധ്യാനേരത്ത് ദാമോദരൻ സ്വയം തീക്കൊളുത്തി ജീവിതം ഒടുക്കിയതോടെ ലക്ഷ്മി തീർത്തും ഇവിടെ ഏകാകിനിയായിരുന്നു. സാക്ഷരതാ ക്ലാസ്സിലേക്ക് സ്വയം തുഴഞ്ഞ് എത്തുമായിരുന്ന 60കാരിയായ ലക്ഷ്മി അന്ന് വാർത്താമാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നു. 1.5 വർഷം മുമ്പ് ലക്ഷ്മിയും കൊച്ചത്തുരുത്തിനോട് വിട പറഞ്ഞ് മടക്കായിലേക്ക് പോയി. 5 ആണ്ട് മുമ്പേ കടലെടുത്തുപോയ 2.5 ഏക്കർ ഭൂമിക്ക് ഇപ്പോഴും നികുതിയടക്കുന്ന നിഷ്കളങ്കനായ അമ്പുവേട്ടൻ അനേകം കടലറിവുകൾ സൂക്ഷിക്കുന്ന പഴയകാലത്തെ സാഹസികനാണ്. 65ഓളം വയസ്സുണ്ട് ഇപ്പൊ അല്ലേ? കൃത്യം തന്നെ കൃത്യത്തിൽ കുറയും വരെ. അതെ. അപ്പൊ ഈ കടലോരത്ത്
അല്ലെങ്കിൽ ഈ കവ്വായി കടവത്ത് ഈ പറമ്പിൽ താമസം തുടങ്ങിയിട്ട് അതിന്റെ അപ്പനപ്പൂപ്പന്മാരുടെ കാലം തൊട്ടേ തലമുറ അങ്ങായി പോയി. അതെ, കാലം വരെ തുടക്കം തന്നെ. അപ്പോഴ് ഈ കടലുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് അറിവുണ്ട് നിങ്ങൾക്ക്. മീൻ കയറി നിങ്ങൾ ഒരുപാട് കാലം മീൻപിടുത്തക്കാരനും കൂടി ആയിരുന്നു. 10-30 മീൻ ആയിരുന്നു. അപ്പൊ കടലിനെ കുറിച്ചുള്ള ഒരുപാട് അറിവുണ്ട് നിങ്ങൾക്ക്. അതുപോലെ തന്നെ കടലിലെ ഒരുപാട് ജീവിതത്തെ കുറിച്ചുള്ള അറിവുണ്ട്. അതേ ഇല്ലൂ. അതെ, അത്തരം കഥകളാണ് ഞങ്ങൾക്ക് വേണ്ടത്. അപ്പൊ അമ്പേട്ടൻ അതൊക്കെ ഇങ്ങനെ ഓർമ്മയിൽ നിന്ന് എടുത്ത് പറഞ്ഞോട്ടെ, എങ്ങനെയൊക്കെയാണ് ഞാൻ പറഞ്ഞ സാധനം ഉണ്ടാക്കി. അങ്ങനെ രാവിലെ ഇടുന്ന് പോവും. എന്തെല്ലാം സാധനം ഉണ്ടാക്കിയ? പല ഓടം, ഫൈബർ, മെഷീനെല്ലാം പൊടിപ്പിച്ചാണല്ലോ. അതുകൊണ്ട് രാവിലെ ഒരു 8 മണിക്ക് ഇടുന്ന് വിട്ടാ ചിലപ്പം രാത്രി 5 മണിയാവും. വൈകുന്നേരം ചിലപ്പം രാത്രി 8-9 മണിയാവും. അപ്പൊ കൂട്ടുകാരുണ്ടാവില്ല പുറംകടലിലൊക്കെ പോവാൻ? ഉണ്ടാവും. 10-20 ആളുണ്ടാവും. ഉണ്ടാവും അവരുടെ ഓടത്തോട് കൂടിയിട്ട്. അല്ല, നമ്മളെ തന്നെ. ഒന്നിലല്ല, 4 എണ്ണം. 2 ഫൈബർ, 2 ഓടം. ഇതിൽ 10-20 ആളുണ്ടാവും. രാവിലെ ഇറങ്ങിപ്പോ രാവിലെ പോകുമ്പോ ഒരു പാനി വെള്ളം വെച്ചിട്ട് പോകും. അന്ന് ഈ ഭക്ഷണമൊന്നുമില്ല. ഇന്നിപ്പോ വായിൽ തന്നെ എല്ലാ സാധനവും ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഈ ബോട്ടിലാന്ന് ഇത് വെക്കുക, ഒരുവന് വെള്ളം കുടിക്കാൻ ഭക്ഷണമൊന്നുമില്ല. ഭക്ഷണം എടുത്തിട്ട് വൈകുന്നേരം 5 മണി വരെ ഈ വെള്ളത്തോടെ ഒപ്പിച്ചോളൂ. പിന്നെ എന്താ കിട്ടിയ ഏതെങ്കിലും കരക്ക് പുതിയങ്ങാടി അല്ലെങ്കിൽ കണ്ണൂര്, കാസർഗോഡ് ഈ ഭാഗത്ത് കര കണ്ടെടുത്ത് കൊണ്ട് കുടിക്കും. ആടുന്ന് എന്തെങ്കിലും ഭക്ഷണം കഴിക്കും. മറ്റ് കഴിക്കാൻ ഒരു വഴിയുമില്ല. വീട്ടിലെത്തണം. അപ്പൊ എന്തൊക്കെയാണ് കടലിനെ കുറിച്ച് നമ്മുടെ ആളുകളോട് പറയാനുള്ളത്? അമ്പോട്ടിന് പറയാനുള്ളത് വെച്ചാൽ ഈ ഫിഷറീസ് പണി വെച്ചാൽ പിന്നെ വയറ് കാണിച്ചിട്ടുള്ള പണി ഏറ്റവും വിഷമം പിടിച്ച പണി. അത് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ വന്നു, അല്ലെങ്കിൽ ഇപ്പം കാണില്ല അമ്മ എല്ലാം കാണുമ്പോൾ അതാണ് അതിൻ്റെ ഇത്. പക്ഷേ കുറച്ച് ഇങ്ങനെ പോയിക്കോട്ടും കുറച്ച് ധൈര്യം കിട്ടും, അത്ര തന്നെ. അതെ. അപ്പോൾ ഈ കവ്വായി കടവ് എന്ന ഈ സ്ഥലത്തിന്റെ പേര്, നിങ്ങൾ കപ്പക്കടവിലാണ് ആദ്യം താമസിച്ചത്? കപ്പക്കടവ്. ഇതിപ്പം പറയൽ കവ്വായി കടവ് എന്നല്ല, മുക്കൂറ കടവ് എന്ന് പറയും. ഇതിന്റെ അക്കര മുക്കൂറ താമസിക്കുന്നത്. അവര് കടലിൽ എന്റെ മാതിരി സാധനമുള്ള ആളാണ്. അവര് ഇവിടെ വന്നിട്ട് തോണിയിൽ വന്നിട്ട് ഇവിടെ പിടിക്കും. അപ്പൊ അത് മുക്കൂറ് വന്നുകൊണ്ട് അത് ഈ കടവ് മുക്കൂറ് കടവായി. അപ്പൊ കപ്പക്കടവ് എന്ന് പേര് വരുന്ന കാരണം? കപ്പക്കടവ് എന്ന് പേര് വന്ന കാരണം എന്റെ അറിവില്ലല്ല, എന്റെ അറിവിന്റെ അപ്പുറം കാലത്ത് കുറെ തെക്കാണിത്. അവിടെ കടലിലേക്ക് കൂടെ ഒരു കപ്പൽ വന്ന് താണത് ഞാൻ കണ്ടിട്ടില്ല. ആ കപ്പൽ താണതുകൊണ്ട് അതായത് എൻ്റെ അച്ഛൻ്റെ പേര് ചന്ദ്രനാണ്. അത് കപ്പക്കടത്തിട്ടാണ്. കപ്പലിതാണ് കരക്ക് കപ്പക്കടത്ത് ചന്ദ്രനെ കടവത്ത്. അതുപോലെ നിങ്ങൾക്ക് പേര് കപ്പക്കടവ്. ഇവിടെ വന്ന് എൻ്റെ പേര് കപ്പക്കടത്തം പോയി. ആദ്യം ഉണ്ടായത്. അല്ലല്ല, നേരത്തെ ഇപ്പം കുടുക്ക് വല എന്ന് പറയും. കുടുക്കുവല. നേരത്തെ കൊല്ലി എന്ന് പറയും. കൊല്ലി, ഓടംകൊല്ലി എന്നെല്ലാം പറയുന്ന സാധനം. അതന്നെ. ഞാൻ എടുക്കുന്ന സമയത്ത് ആദ്യം അതാണ്, പിന്നെ കുടുക്കുവല. അന്ന് ഈ തണ്ട് വലിച്ചിട്ട് പണി എടുക്കണം. തണ്ടില്ലേ, ഇന്നത് വേണ്ട, ഇന്നെല്ലാം മെഷീൻ്റെ മുകളിൽ. അപ്പൊ ഈ കടലിൽ ഇങ്ങനെ പിന്നെ മീൻ പിടിക്കാൻ പോയ കാലത്തെ ചിലപ്പോൾ ഉള്ള പല കഥകളുണ്ട്. കാരണം ഇത് ഇരുട്ടായിപ്പോയി, പിന്നെ ദിക്കും ദേശം തിരിയാത്തൊരു കഥയെല്ലാം പറയുന്നത് കേട്ടിട്ടുണ്ട്. അതെ, അങ്ങനെ എന്തെങ്കിലും അനുഭവം? അനുഭവം എന്ന് വെച്ചാല് നമുക്കിപ്പോൾ കടൽ കുറെ പുറംകടലിലെത്തി കഴിഞ്ഞാൽ കരതിരിയില്ല. അപ്പം ലക്ഷ്യം എന്ന് വെച്ചാൽ ഇപ്പം നേവി വന്നിൻ്റെ ഏഴിമലക്ക് വെളി കാണും. അതിന് നേരത്തെ കിഴക്ക് ഏതോ ഒരു മലക്കിൻ്റെ വെളി കാണും കടലിൽ നിന്ന്, ഈ പുറംകടലിൽ. അപ്പോൾ ആ കണക്കാക്കി ഞങ്ങൾ കരക്കേക്ക് വരും. ആ ലക്ഷ്യം വെച്ചിട്ട് മുന്നോട്ട് വരും രാത്രി ആണെങ്കിൽ. പകല് പിന്നെ സൂര്യൻ ഇട്ടല്ല, പകല് സൂര്യൻ്റെ അങ്ങനെ വരും. പിന്നെ ഈ നമ്മുടെ ഈ ഇവിടുത്തെ പിന്നെ മീൻപിടുത്തക്കാരൊക്കെ കടലിൽ ഇറങ്ങുന്നതിന് മുമ്പേ ഈ കടലിനെ ഞങ്ങൾ കാണും പോലെയല്ല നിങ്ങൾ മത്സ്യത്തൊഴിലാളികൾ കടലിനെ കാണുന്നത്. ഉദാഹരണമായിട്ട് കാട്ടിൽ താമസിക്കുന്നവർക്ക് കാട് എന്ന് പറഞ്ഞാൽ അവരുടെ അമ്മയാണ്. നാട്ടിലുള്ളവർക്ക് ഭൂമിദേവി അമ്മയാണ്. ഈ മുക്കൂർക്കാകട്ടെ കടലാണ് അമ്മ. അല്ലേ? എന്തൊക്കെ നേർച്ച നേരിയ അങ്ങനെയുണ്ടോ? അല്ല, അങ്ങനെ നേർച്ചൊന്നുമില്ല. നേർച്ച കഴിക്കലാണ്. കുറച്ച് പൈസ എടുത്തിട്ട് അമ്പലത്തിൽ കഴിക്കും, പള്ളിയിൽ നിന്ന് കഴിക്കും, മറ്റു ചില ആടെ പോയിട്ട്
നല്ലൊരു പൈസ കൊടുത്തിട്ട് ഇന്ന ഞങ്ങൾക്ക് കഴിക്കണമെന്ന് പറഞ്ഞാൽ അവർ കഴിക്കല. അപ്പോൾ ഈ കടലിൽ പോയാൽ ഞങ്ങൾക്ക് ധാരാളം കിട്ടണേ എന്നുള്ള പ്രാർത്ഥനയും കൂടി അത് മനസ്സിലാണ്ടിക്കില്ല. അതെപ്പോൾ മനസ്സിലുണ്ടാവില്ല. ഒരുപാട് കിട്ടണം, കുറേ നല്ലോണം കിട്ടണം എന്നുള്ളത് എപ്പോൾ ഉണ്ടാവും. അതാണല്ലോ പ്രാർത്ഥന. ആ ചില സമയം നല്ലോണം കിട്ടിപ്പോവും. ചില സമയം ഈ പറഞ്ഞ് രാത്രി 9 മണി വരെ പണിയെടുത്ത് ഒന്നും കിട്ടാണ്ട് വരും. ആൾ പിന്നെ കഷ്ടത്തിൽ പെടുന്നില്ല, കാരണം നേരത്തെ കിട്ടിയിട്ടുണ്ടല്ലോ. ഈ കടലിന്റെ വല്ലാത്ത തരത്തിലുള്ള അലർച്ചയും നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നു. പരിചയമായി ഇപ്പൊ നമുക്ക് ബാധകല്ല. അത് ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് പറയും. ഇപ്പൊ ഇതിന്റെ ഒറ്റപ്പാട് അപ്പുറം കേൾക്കുന്നല്ലോണം. നിങ്ങൾക്ക് ഈടൊക്കെ ഉണ്ട്, മാറുന്നല്ല, നമുക്കത് ഇല്ല, അനുഭവപ്പെടില്ല. അല്ല, ഇങ്ങനെ നിൽക്കുമ്പോ മഴക്കാലത്തൊക്കെ വെള്ളം കയറി വന്ന എന്തെങ്കിലും ഓർമ്മയുണ്ടോ? എന്താണത്? മുമ്പൊരിക്ക കുറെ വർഷം മുമ്പ് ഒരു ഒരു മലവെള്ളം വന്നിന്. അത് നേരത്തെ അന്നേരം ഞാൻ ആ വീട്ടിലാണ് താമസം. അങ്ങനെ അങ്ങ് പോയിട്ട് ആ കാട് കാണുന്നില്ലേ, അതിലേ കൂടി ആ വെള്ളം ഒഴുകി പോയത്. ഈ പുഴയെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പുറം പോയിട്ട്. അപ്പൊ അതിനപ്പുറം ഞാൻ നേരത്തെ പറഞ്ഞൊരു പീടിക ഉണ്ടായിരുന്നു, ഹോട്ടല്. എന്നിട്ട് ഞങ്ങൾ എല്ലാം മാറി ആടെ താമസിച്ചു. അങ്ങനെ വീട്ടുകാരെല്ലാം മാറി മാറി പടിഞ്ഞാറ് കടപ്പുണ്ടാവും താമസിച്ചു. അത് അത്ര ദിവസം ഉണ്ടായിട്ടില്ല. ഒരു ദിവസം വന്ന് രാവിലെ വന്ന് വൈകുന്നേരം നമ്മൾക്ക് പറ്റി. അത്രയും വെള്ളം ഉയരത്തിൽ വന്നിരുന്നു. ഉയരത്തിൽ എല്ലാം ഈ തൈരടിയിലെ വെള്ളം പായുന്നോണ്ട് ഞൊട്ടി പോകും. അപ്പോഴത്തെ അതൊക്കെ ദൃക്സാക്ഷിയാണ്. നമ്മൾ അന്നേരം നമുക്ക് വലിയ കൃഷിയല്ല, വിത്ത് ഊതിയെല്ലാം എടുത്ത് ചുമട്ട് വെച്ച് പാഞ്ഞിട്ട് കടപ്പുറം കൊണ്ടൊക്കെ. കാരണം വെള്ളം ഒലിച്ചു വരില്ലേ വീടിന്റെ വെള്ളത്തിലായിന്, എല്ലാം അടി പോയിന്. അത് നേരത്തെ പറഞ്ഞല്ലേ, അപ്പുറം ഒരു 2 ഏക്കറോളം കടലെടുത്ത് പോയി. അത് എപ്പോഴാണ് ഓർമ്മയുണ്ടോ? അതൊരു 10-40 കൊല്ലമായിട്ടുണ്ടോ. 40 കൊല്ലം. ഈ മഴ വെള്ളം വന്നിട്ട് കടല് വന്ന് എല്ലാം വലിച്ചുകൊണ്ടുപോയി. അപ്പൊ ഇപ്പൊ ആ സ്ഥലം വെള്ളം വന്നിട്ടില്ല, വലിച്ചുകൊണ്ടുപോയി. കടൽ അരിച്ചുകൊണ്ടുവന്നേ, അടിച്ചിട്ട് എല്ലാം കടല് തിരയടിച്ചിട്ട് തയ്യെല്ലാം പൊരിഞ്ഞു പോയി, ജാഗയെല്ലാം കലക്കി പോയത്. അപ്പൊ ഒരു 2 ഏക്കറുകൾ അങ്ങോട്ട് പോയി. 2 ഏക്കർ കൂടുതലാക്കി, 2 ഏക്കർ കണക്കൂട്ടാ നമുക്ക്. എല്ലാ മാസവും എല്ലാ മീനും കിട്ടിയെന്ന് വരില്ല. മീൻ കിട്ടുന്നതിനും മാസക്കണക്കുണ്ട്. ചിങ്ങത്തിലും കന്നിയിലും മത്തിയും അയിലയും കൂന്തലും മുള്ളനും അയക്കൂറിയും. കർക്കിടകത്തിൽ ചെമ്മീൻ, മുള്ളൻ. കുംഭം മീനത്തിൽ സ്രാവ്, തെരണ്ടി, കരിക്കാടി. ഇങ്ങനെയാ ആ കണക്ക്. മീൻ പിടിക്കുന്ന വലകൾ പലതരമുണ്ട്. ചെമ്മീൻ, മാന്ത, കോര എന്നിവയ്ക്ക് താങ്ങുവലയാണ് വേണ്ടത്. കൊല്ലിവല കൊണ്ടാണ് അയിലയും മത്തിയും വാരുന്നത്. അയക്കൂറയും നെയ്മീനും ഓക്കൽ വലയിൽ കിട്ടും. മീൻ പേര് കൂട്ടിയിട്ട് ഏട്ടവല, തെരണ്ടി വല, തളയൻ വല, സ്രാവ് വല എന്നീ വലകളുമുണ്ടെന്ന് കാണാം. പുഴയിൽ കുത്തോട് കുത്തിയും തട്ടുകൂട്ടിയും മീൻ പിടിക്കുന്ന വിദ്യകളുമുണ്ട്. മീൻ പിടിക്കാൻ കടലിൽ പോയിരുന്നത് നാടൻ തോണികളിലായിരുന്നു. ഇവ ഓടം, ചെമ്പ എന്ന് 2 വിധത്തിലുണ്ട്. ചീനി, മാവ് എന്നിവ കൊണ്ടാണ് ഓടം ഉണ്ടാക്കുന്നത്. അയിനിപ്ലാവ് കൊണ്ടുണ്ടാക്കുന്ന തോണിയാണ് ചെമ്പ. ചിലർ ഇതിനെ നമ്പർ തോണി എന്നും വിളിക്കും. കാലം മാറിയതോടെ ചുണ്ടൻ തോണിയും ഫൈബർ തോണിയും എഞ്ചിൻ തോണിയും ബോട്ടും കടൽ അടക്കാൻ തുടങ്ങി. പരമ്പരാഗതമായ രീതിശാസ്ത്രങ്ങൾ പതുക്കെ പതുക്കെ കടലെടുത്തു തുടങ്ങി. എങ്കിലും കടൽമുറ്റത്ത് പിറന്ന് കടൽമാറിൽ വളർന്ന് കടലിലും കടലോരത്തും മരിച്ചു വീണ കടൽക്കാരണവന്മാർ പകർന്നേകിയ പതിരില്ലാത്ത കടലറിവുകൾ പിൻതലമുറ പാട്ടിലൂടെയും പഴമൊഴിയിലൂടെയും ഇവിടെ പ്രസരിപ്പിക്കുന്നു. 15 വർഷക്കാലം കടലോരത്തെ വിവിധ വിദ്യാലയങ്ങളിൽ അധ്യാപകനായിരുന്ന പി. മുരളീധരൻ മാസ്റ്റർ താൻ ശേഖരിച്ച കടലറിവുകൾ ഇങ്ങനെ വിശദീകരിക്കുന്നു. ഈ കടലോര പ്രദേശത്തുള്ള സ്കൂളുകളിൽ ജോലി ചെയ്യുകയും കടൽ ജീവിതത്തെക്കുറിച്ച് അല്ലെങ്കിൽ കടലോര ജീവിതത്തെക്കുറിച്ച് വളരെയേറെ മനസ്സിലാക്കുകയും ചെയ്ത ആ ഒരു അധ്യാപകനാണ് താങ്കൾ, മുരളി മാസ്റ്റർ. അപ്പോൾ ഈ കടലിൻ്റെ നിറമാറ്റത്തെക്കുറിച്ച്, അവിടുത്തെ മത്സ്യ സമ്പത്തിനെക്കുറിച്ച്, ഒപ്പം തന്നെ ഒരു കടലോര ജീവിതത്തിൻ്റെ ഒരു സമഗ്രമായൊരു ചിത്രം മാഷത്തിൽ നിന്ന് കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. മാഷയുടെ അനുഭവങ്ങൾ എന്തൊക്കെയാണ്? കടലോര ജീവിതവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ വളരെ അടുത്ത ഒരു 15 വർഷത്തെ അനുഭവം മാത്രമാണ് എനിക്കുള്ളത്.
കാസർഗോഡ് ജില്ലയിലെ വലിയ പറമ്പ് പഞ്ചായത്ത്, ആ പഞ്ചായത്തിൽ 3 സ്കൂളുകളിലായിട്ട് ഏതാണ്ട് 15 വർഷക്കാലം ഞാൻ അവിടെ ജോലി നോക്കിയിരുന്നു. കടൽ എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയ ഒരു ലോകം തന്നെയാണ്. ഇപ്പോഴും കടപ്പുറത്തേക്ക് തന്നെ പോകണം എന്നുള്ള ഒരാഗ്രഹം എനിക്ക് ഇപ്പോഴും ഉണ്ട്. 1984 ആദ്യമായിട്ട് ഞാനൊരു അധ്യാപകനാണ്. ആദ്യമായിട്ട് ഒരു സ്കൂളിൽ ജോലി ചെയ്തത് ഈ കൗവായി കായലിൻ്റെ തെക്കേ അറ്റത്തുള്ള ഗവൺമെൻറ് LP സ്കൂൾ തയ്യിൽ സൗത്ത് കടപ്പുറത്താണ്. 6 മാസക്കാലം അവിടെ ജോലി നോക്കിയിരുന്നു. തുടർന്നാണ് ഞാൻ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോയത്. വീണ്ടും ഗവൺമെൻറ് ജോലി PSC ആയി കിട്ടിയ സമയത്ത് ഇതിൻ്റെ വടക്കേ അറ്റത്ത് 24 കിലോമീറ്റർ വടക്കേ അറ്റത്ത് അഴിമുഖത്തുള്ള മാവില കടപ്പുറത്ത് തന്നെയാണ് വീണ്ടും ജോലി കിട്ടിയത്. പ്രശസ്ത ചിന്തകൻ MN വിജയൻ പറയുന്നത് പോലെ നമ്മൾ കാണുന്ന കടലല്ല കടപ്പുറത്തെ ആളുകൾ കാണുന്നത് എന്നുള്ള ഒരു കാര്യം എനിക്ക് ബോധ്യപ്പെട്ടത് മാവില കടപ്പുറത്ത് വെച്ചാണ്. അവിടെ ഒരു കടൽക്കാരനവരുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്, ജീവിച്ചിരിക്കുന്നുണ്ട്. 85 വയസ്സുള്ള തുരുത്തിക്കാരൻ കണ്ണാട്ടൻ. അദ്ദേഹം പറഞ്ഞത് ഈ കടലിനെക്കുറിച്ച്, ഈ കടലിൻ്റെ വിവിധ ഭാവങ്ങൾ ഒരു ഋഷിയെപ്പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ വളരെ അത്ഭുതത്തോടെ നോക്കിയിരുന്നിട്ടുണ്ട്. ഒരു 50 കൊല്ലത്തെ കടൽ പരിചയമുള്ള മനുഷ്യനാണ് തുരുത്തിക്കാരൻ കണ്ണാട്ടൻ. അദ്ദേഹം കടലിൻ്റെ ഇട്ടക്ക് നിന്നിട്ട് പടിഞ്ഞാറോട്ട് നോക്കിയിട്ട് പറയും, പിന്നെ ആ ദൂരത്ത് കാണുന്നത് ഇന്ന മീനാണ്, ഇന്ന മത്സ്യമാണ് എന്ന് വളരെ കൃത്യമായി പറയുന്ന ഒരു കണ്ണേട്ടൻ എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, പച്ചപ്പൊലപ്പും പച്ചപ്പൊലപ്പും കടൽക്കാക്ക പറക്കുന്നതും കണ്ടാലും മാഷേ ഒന്നുകിൽ അയില അല്ലെങ്കിൽ മത്തി, ഉറപ്പാണ്. അപ്പം ഞാൻ കണ്ണേട്ടനോട് ചോദിച്ചു, കണ്ണേട്ട എന്തെന്ന് ഈ പൊലപ്പ് എന്ന് പറയുന്നത്? അപ്പം പൊലപ്പ് എന്ന് പറഞ്ഞാൽ മത്സ്യങ്ങൾ, 1000കണക്കിന് മത്സ്യങ്ങൾ ഒന്നിച്ച് കൂട്ടത്തോടെയാണ് സഞ്ചരിക്കുന്നത്. അപ്പം മേൽത്തട്ടിലെ മത്സ്യങ്ങളുണ്ട്, താഴെ ഉള്ള തട്ടിൽ മത്സ്യങ്ങളുണ്ട്. അപ്പോൾ അയിലയും മത്തിയൊക്കെ മേലെ പോകുന്ന മത്സ്യങ്ങളാണ്. അപ്പോൾ അവരൊന്നിച്ച് പോകുന്ന സമയത്ത് അതിൻ്റെ ഒരു വെള്ളിത്തിളക്കം ഒന്നിച്ച് കൂടിയിട്ട് ഒരു ലൈറ്റായിട്ട് മേലോട്ട് അടിക്കും. ഇത് കാണാൻ ഒരു പഴയ മുക്കുവന് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പം ആ പിന്നെ തലമുറയിൽപ്പെട്ട ഒരാളായതുകൊണ്ട് ഞങ്ങളെ കൂട്ടർക്ക് ഇത് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ കണ്ണാട്ടം പറഞ്ഞു. അപ്പോൾ ഈ പൊലപ്പ്, ഈ വെളിച്ചം കാണുന്ന സമയത്ത് ഇവർ വലയെടുത്തിട്ട് തണ്ട് പിന്നെ വലിച്ചിട്ടാണ് പോലെ. ഇന്നിപ്പോൾ മോട്ടോറായി. അപ്പോൾ ഒരു 8-10 ആളുകൾ അങ്ങനെ തണ്ട് വലിച്ചങ്ങ് പോകും. പിന്നെ അതുപോലെ തന്നെ ചോപ്പ് പൊലപ്പും ചെമ്പരുന്തിൻ്റെ പാറലും കണ്ടാൽ അത് ചെമ്മീൻ തന്നെ എന്ന് ഉറപ്പിച്ച് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ അവർ വലയിട്ട് കഴിഞ്ഞാൽ അത് കിട്ടും, ചെമ്മീൻ കിട്ടും. ഇന്നിപ്പോൾ എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ഒരു നാട്ടറിവ്, ഈ ഒരു അനുഭവത്തിൻ്റെ ആ ഒരു തീവ്രതയുള്ള അറിവ് ഇന്നത്തെ പുതിയ തലമുറക്കില്ല. പകരം ഇപ്പോൾ ഫിഷ് ഫൗണ്ടർ എന്ന് പറഞ്ഞ പിന്നെ ഉപകരണം വെച്ചിട്ടാണ് ആളുകൾ മത്സ്യത്തെ കണ്ടെത്തുന്നത് എന്നാണ് കണ്ണാട്ടൻ പറഞ്ഞത്. അതൊരു വലിയ ഒരു കാര്യമായിരുന്നു. അപ്പോൾ അന്ന് അവർ പോകുന്നത്, പിന്നെ ഞാൻ പറഞ്ഞു തണ്ട് വലിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന പോക്കിൽ ഇതിൻ്റെ പ്രയാസം, ഇതിൻ്റെ ആയാസം ഒന്ന് കുറക്കാൻ വേണ്ടിയിട്ട് അവർ ഒരു പാട്ട് പാടും. അപ്പോൾ അമ്പപ്പാട്ട് എന്നാണ് അതിന് പേര്. ഈ കടപ്പുറത്തെ ആളുകൾക്ക് ഇന്നാർക്കും, പുതിയ തലമുറയിലെ ആളുകൾക്ക് അമ്പപ്പാട്ട് അറിയില്ല. അപ്പോൾ പിന്നെ കണ്ണാട്ടനോട് ഞാൻ ചോദിച്ചു, കണ്ണാട്ട ഒരു അമ്പപ്പാട്ട് പാടാൻ പറ്റും? അപ്പം കണ്ണാട്ടൻ പിന്നെ കടലിലേക്ക് നോക്കി ഒരു ഓടം അവിടെ കയറ്റി വെച്ചിട്ടുണ്ട്. അത് കണ്ടപ്പോൾ കണ്ണാട്ടന് ആ പാട്ട് ഓർമ്മ വന്നു. കണ്ണാട്ടൻ പാടിയത് വരി ഇങ്ങനെയാണ്: തെക്കുന്ന് വന്നോരിളങ്കോടി വെറ്റില തന്തൈ താനാ താന തന്നെ. ഒരു വായ്ത്താരി ഉണ്ട് അതിനടുത്ത്. ഇട്ടണി വേച്ച് പറിക്കേണ്ട വെറ്റില തന്തൈ താനാ തന തന്നെ. ചെമ്മണ്ണും പൂമണ്ണും തട്ടാതെ വെറ്റില തന്തൈ താനാ തന തന്നെ. അങ്ങനെയില്ല ഈ ഒരു പാട്ട്. അപ്പോൾ അത് പിന്നെ തന്തൈ തന ഒരു വായ്ത്താരി ഒരു കൂട്ടർ പാടും, ബാക്കിയുള്ളവർ ഈ പാട്ട് പാടും തണ്ട് വലിച്ചുകൊണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രയാസമെല്ലാം കുറയും. അപ്പോൾ ഇങ്ങനെയുള്ള പാട്ടുകൾ പാടിയ ഒരു തലമുറ ഈ കടപ്പുറത്ത് പണ്ടുണ്ടായിരുന്നു, മാവില കടപ്പുറത്ത്, അതുപോലെ ഈ തെക്കോളം. അതുപോലെ തന്നെ ഞാനിങ്ങ് തെക്ക് സ്കൂളിലുണ്ടായ സമയത്ത് അവിടുത്തെ ബാലേട്ടൻ എനിക്ക് പാടിത്തന്നൊരു പാട്ടുണ്ട്. ആ പാട്ട് പിന്നെ ഇവർ വലയിട്ട് പോകുന്ന ഓരോ സ്ഥലത്തിൻ്റെ പേരും കൂടി വെച്ചിട്ടാണ്. അപ്പോൾ ആ പാട്ട് ഇങ്ങനെ തുടങ്ങുന്നത്:
ലങ്കിട്ട കിട്ട ലങ്കിട്ട ലങ്കിട്ട കിട്ട ലങ്കിട്ട തലശ്ശേരി കോട്ട ലങ്കിട്ട ലങ്കിട്ട കിട്ട ലങ്കിട്ട കണ്ണൂർ കോട്ട ലങ്കിട്ട ലങ്കിട്ട കിട്ട ലങ്കിട്ട അങ്ങനെ അങ്ങ് പിന്നെ വടക്കോളം പോകും. ഓരോ സ്ഥലത്തിന്റെ പേരും പറഞ്ഞു. അപ്പൊ ഈ കോട്ട കടലോര കോട്ടകളെ നോക്കി 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 പാടി പാടി പാടി. അപ്പൊ അതിൽ ഈ കോട്ടകളെ നമുക്ക് കിട്ടും. ചരിത്രകാരന്മാർക്ക് നല്ലൊരു ഉപാദാനമാണ്. അതെ അതെ അതെ, ഒരു വലിയൊരു ഉപാദാനമാണ് പിന്നെ ഈ പഴയ കാലത്തെ ആളുകൾ. ഒറ്റമലച്ചി എന്ന് പറയുന്ന ഒരു കടലയോര യക്ഷി, ഇവരെയൊക്കെ വിശ്വാസങ്ങളിൽ, പഴയ തലമുറയുടെ വിശ്വാസങ്ങളിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അത് പിന്നെ അവർ പറഞ്ഞത് പിന്നെ ഒരു ഒറ്റമലച്ചി, അത് കുട്ടികൾക്ക് വലിയ പിന്നെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ കഥയൊക്കെ പറഞ്ഞു കൊടുക്കും അവർ. അങ്ങനെ ഒരിക്കലും ഒരു ഒറ്റമലച്ചി ഒരു പിന്നെ കടലോരത്തുള്ള ഒരു വീട്ടിലേക്ക് ഇങ്ങനെ നടന്നു പോവുകയായിരുന്നു. അപ്പോൾ വീട്ടിൻ്റെ മുറ്റത്ത് ഒരു കുട്ടി ഇങ്ങനെ പെരങ്ങി കളിക്കുന്നത് കണ്ടു. അപ്പോൾ കുട്ടിയെ കണ്ടപ്പോൾ ഒറ്റമലച്ചയ്ക്ക് പിന്നെ അതിനോട് വല്ലാത്ത വാത്സല്യം. അപ്പോൾ അതിനെ സ്വന്തമാക്കണം എന്ന് തോന്നി. അപ്പോൾ വീട്ടിലേക്ക് പോയപ്പോൾ അമ്മയെ കണ്ടു. അമ്മയെ കണ്ട സമയത്ത് ഒറ്റമലച്ചി നല്ല സുന്ദരിയായൊരു സ്ത്രീയായി മാറിയിട്ട് പിന്നെ അമ്മയോട് ചോദിച്ചു, പിന്നെ എനിക്ക് ഒരു ഉള്ളി കടം വേണമായിരുന്നു, പിന്നെ ഞാൻ പിന്നീട് കൊണ്ടുതരാം. അപ്പോൾ അമ്മ ഉള്ളി എടുക്കാൻ വേണ്ടി പോയ സമയത്ത് കുട്ടിയെ എടുക്കാനായി പോയി. തിരിച്ച് അമ്മ പെട്ടെന്ന് വന്ന സമയത്ത് പഴയ രൂപം തന്നെയിലേക്ക് തന്നെ വന്നു. എന്നിട്ട് ഉള്ളി വാങ്ങാൻ കൈ നീട്ടി അമ്മ ഉള്ളി ഈ ഒറ്റമലച്ചിയുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ കൈ ഒന്ന് വലിച്ചു. അപ്പോൾ ഉള്ളി താഴെ വീണ സമയത്ത് അമ്മ ഉള്ളി കുനിഞ്ഞെടുക്കാനായി ശ്രമിച്ച സമയത്ത് ഒറ്റ മുലയോണ്ട് ഒരൊറ്റ അടി അമ്മയെ പുറത്ത്. അപ്പോൾ അമ്മ ബോധം കെട്ട് വീണു. ബോധം കെട്ട് വീണ സമയത്ത് ഈ കുട്ടീനെ എടുത്തിട്ട് സ്വന്തമാക്കിയിട്ട് ഒറ്റമലച്ചി ഓടിയിട്ട് കടലോരത്ത് തന്നെ ഇങ്ങനെ ഓടി. കുറച്ച് കഴിയുമ്പോൾ അമ്മക്ക് ബോധം തെളിഞ്ഞു. എൻ്റെ പിന്നെ കുഞ്ഞിനെ ഒറ്റമലച്ചി കൊണ്ടുപോയി എന്ന് അമ്മക്ക് മനസ്സിലായി, കരഞ്ഞു വിളിച്ചു. അപ്പോൾ ആളുകളെല്ലാം ഈ ഒറ്റമലച്ചീനെയും തേടിയിട്ട് പിന്നെ കടലോരത്തെ പോയി. നേരം മോന്തിയായി. അപ്പം ഈ ചൂട്ടും കെട്ടിയിട്ട് ഇങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഓടി പോകുമ്പോൾ ഒറ്റമലച്ചി മുമ്പിൽ ഓടുന്നുണ്ട്. അപ്പം പിറകെ തന്നെ ഇവർ ഓടി പോകുമ്പോൾ പിന്നെ ഒറ്റമലച്ചി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു ഓടത്തിൻ്റെ ഉള്ളിൽ ഈ കുഞ്ഞിനെ അടവച്ചു. എന്നിട്ട് വലയോണ്ട് പൊത്തി. എന്നിട്ട് മറ്റൊരു ഓടത്തിൻ്റെ പിറകിൽ ഒളിച്ചിരുന്നു. അപ്പോൾ ഇവർ ഈ ഓലച്ചൂട്ടിൽ ഇങ്ങനെ ഓടി പോകുന്ന സമയത്ത് ഓലച്ചൂട്ടിൻ്റെ ആ വെളിച്ചത്തിൽ ഈ കുട്ടിയുടെ പിന്നെ കാലിലെ പൊൻകാപ്പ് ഇങ്ങനെ തിളങ്ങുന്നത്. അപ്പോൾ ആ കുട്ടീനെ എടുത്തു. അപ്പോൾ ഒറ്റമലച്ചി ഈ പിറകിലിരുന്നിട്ട് ഇങ്ങനെ കരയുന്നു. ആ കുട്ടി പോയ സങ്കടം ഇത് ഭൂതപ്പാട്ടുമായിട്ട് ബന്ധം. ശരി മാഷെ, അതേ ഇതാണ് ഭൂതപ്പാട്ടിൻ്റെ ആ ഒരു ഇതായിട്ട് തോന്നി. അപ്പോൾ ഓരോ നാട്ടിലും അതുപോലെ കാര്യമുണ്ടെന്ന് ഇത് മനസ്സിലാക്കിയത് ഈ കടപ്പുറത്ത് നിന്ന് കിട്ടിയ എനിക്ക് ഏറ്റവും കിട്ടിയ ഒരു വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. അതുപോലെ ഇതിലെ കടലോര പഴമകൾ നിറഞ്ഞിരിക്കുന്ന ഒരു ഭൂമിയാണ്. ഇവിടെ ഒരുപാട് കഥകളുണ്ട്, കവിതകളുണ്ട്, പിന്നെ നാട്ടറിവുകളുണ്ട്. പക്ഷേ എന്തുകൊണ്ടോന്നും അറിയില്ല, ഇവിടത്തേക്ക് നമ്മളെ കഥാകാരന്മാരോ കവികളോ ആരും വരുന്നതായി കാണുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതുണ്ട്. മറ്റൊന്ന്, ഈ 24 കിലോമീറ്റർ നീളമുണ്ട് ഈ വലിയ പറമ്പ് പഞ്ചായത്തിന്, ഈ കടലോരത്തിന്. അപ്പോൾ അതങ്ങ് തെക്ക് കെട്ടിയായി മുതൽ വടക്ക് മാവിലാടം വരെ, അഴിമുഖം വരെ 24 കിലോമീറ്റർ. അപ്പോൾ ഏതാണ്ട് 17,000-ഓളം ജനങ്ങൾ ഈ പഞ്ചായത്തിൽ ഉണ്ട് എന്നാണ് ഒരു കണക്ക്. മത്സ്യബന്ധനം ഇതിൽ പിന്നെ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടവരാണ് ഏറ്റവും കൂടുതൽ. പക്ഷേ കാലത്തിൻ്റെ ഒരു മാറ്റത്തിൽ ഇപ്പോൾ കടലിൽ പോകുന്ന ആളുകൾ കുറേ കുറഞ്ഞിട്ടുണ്ട്. ഒന്നാമത് ഓടം പഴയ രൂപത്തിൽ ഇറക്കുന്നില്ല. ഇപ്പം ബോട്ടിലാണ് ആളുകൾ കുറേയെങ്കിലും പോകുന്നത്. അപ്പം കണ്ണാട്ടൻ്റെ തലമുറയിൽപ്പെട്ട ഒരാളുകൾ ഇപ്പം അങ്ങനെ പഴയ രൂപത്തിൽ പോകുന്നില്ല. കൂട്ടത്തിൽ ചോദിക്കട്ടെ, നമ്മുടെ ഒരു കമലപ്പരുന്തിൻ്റെ ഒരു വിഷമന്ത്ര രഹസ്യം കിട്ടിയ ഒരാളെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് ആ കഥ? അത് ഈ മാഹിക്കും മഞ്ചേശ്വരത്തിനും ഇടയിൽ ഉള്ള തീരദേശ കാവുകളിൽ ഇന്ന് കാണുന്ന, പിന്നെ പ്രത്യേകിച്ച് തെക്കേ ഇന്ത്യയിൽ ഈ മാഹിക്കും മഞ്ചേശ്വരത്തിനും ഇടയിൽ കാണുന്ന വളരെ അപൂർവമായ ഒരു പക്ഷിയാണ് കമലപ്പരുന്ത് എന്ന് പറയുന്നത്. മാഷ് പറഞ്ഞു വൈറ്റ് ബെല്ലീഡ് സീ ഈഗിൾ എന്നാണ് അതിൻ്റെ ഒരു മറ്റൊരു പേര്.
അപ്പോൾ ആ പരുന്ത് കൂട് കൂട്ടിയിരിക്കുന്നത് നമ്മളെ ഇടയിലക്കാട് ഒരു മരത്തിൻ്റെ മേലൊരു കൂടുണ്ട്. അതുപോലെ പിലിക്കോട് ഉണ്ട്, ഏറ്റവും ഉയരമുള്ള മരത്തിൻ്റെ മുകളിൽ. അത് പുറംകടലിൽ പോയിട്ട് പിന്നെ വിഷപ്പാമ്പിനെ കൊത്തി തിന്നും. അതാണ് അതിൻ്റെ ഭക്ഷണം. പുറംകടലിൽ പോയിട്ട് നല്ല വിഷമുള്ള ഒരു പാമ്പ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബേക്കലം കടപ്പുറത്തെ പിന്നെ മുക്കുവന്മാരെ അടിയിലെ ഒരു ഐതിഹ്യം, ആ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് പിന്നെ ഈ കമല പരുന്തിന് ഒരു മന്ത്രമുണ്ട്, കമലമന്ത്രം. ആ, അപ്പോൾ ഈ പാമ്പുകള ആണല്ലോ ഇതിൻ്റെ ഭക്ഷണം. അപ്പം ബേക്കലം കടപ്പുറത്ത് ഉള്ള ഒരു കഥ എന്ന് പറയുന്നത് ഒരു പക്കീരൻ എന്നു പേരായ ഒരു മുക്കുവനുണ്ടായിരുന്നു പണ്ട്. അപ്പോൾ അയാൾ പിന്നെ ഈ കടപ്പുറത്ത് ഒരിക്കൽ ബേക്കലം കടപ്പുറത്ത് ഇങ്ങനെ മലന്ന് കടന്നിട്ട് മനോരാജ്യം കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ പിന്നെ മാക് 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 എന്നുള്ള ഒരു ശബ്ദം കേട്ടു. അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ഓടത്തിൻ്റെ ഒരു കൊമ്പിന് ഈ കമലപ്പരുന്ത് ഒരു കടൽപ്പാമ്പിനെ ഇങ്ങനെ കൊത്തുന്നത് കണ്ടു. അപ്പം പാമ്പ് പടക്കുന്നുണ്ട്. അപ്പം മാക് മാക് എന്നുള്ള ഒച്ച കേട്ടപ്പോൾ പിന്നെ ആ പാമ്പ് ചത്തു. അപ്പം പിന്നെ പക്കീരൻ മനസ്സിലായി അത് പിന്നെ മന്ത്രമാണ്. ആ മന്ത്രം പിന്നെ കടപ്പുറത്ത് എഴുതി പഠിച്ചു. അപ്പോൾ അങ്ങനെ പഠിച്ച് ഈ കമലമന്ത്രം പിന്നെ സ്വായത്തമാക്കിയ ഒരു പക്കീരൻ ഇങ്ങനെ കിടക്കുമ്പോൾ പിന്നെ പെട്ടെന്ന് പക്കീരൻ്റെ ഏട്ടൻ വന്നു. ഏട്ടൻ വരുമ്പോഴേക്ക് പക്കീരൻ ഇങ്ങനെ പണിയൊന്നും എടുക്കാതെ ഇങ്ങനെ കടപ്പുറത്ത് കിടക്കും. അപ്പം പക്കീരനെ ഒരുപാട് പിന്നെ ശകാരിച്ചു, പണിയെടുക്കാതെ നീ ഇവിടെ ഇരുന്ന് മനോരാജ്യം കാണുന്നല്ലേ. അപ്പോൾ എന്നിട്ട് അയാൾ തിരിച്ചു പോയി. വീട്ടിലെത്തുമ്പോൾ വീട് നിറച്ചും പാമ്പ്. അപ്പോൾ പിന്നെ എന്താണെന്ന് പെട്ടെന്ന് അയാൾക്ക് മനസ്സിലായി. അപ്പോൾ അയാൾ വിളിച്ചു, എൻ്റെ പക്കീരോ എന്നെ രക്ഷപ്പെടുത്തും. അപ്പം പക്കീരൻ വന്ന് ഈ കമലമന്ത്രം ജപിച്ച സമയത്ത് പാമ്പെല്ലാം പോയി എന്നാണ് പിന്നെ അടിയിലെ ആൾക്കാരുടെ ഒരു വിശ്വാസം, ഒരു ഐതിഹ്യം.